ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. നമുക്ക് പോവാം. അവിടെ കാണാം ഗൈസ്, ഒരു അടിപൊളി ചെറിയ കുട്ടികളുടെ ഒരു പ്ലേ ഗ്രൗണ്ടാണ്. ഇതിന് വേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അമ്മാച്ചനൊക്കെ അവിടെ ഉണ്ട്. കണ്ടോ ഗൈസ്, എല്ലാവരും ഉണ്ട്. അപ്പം പിന്നെ ഉണ്ടല്ലോ ഈ റെഡ് സാധനം കണ്ടോ ഗൈസ്, കണ്ടോ ഗൈസ്, ഇത് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞൂടെ. ആരെങ്കിലും അറിയാമെന്ന് കമൻറ്റ് ചെയ്യണേ. ആരും യു കെയിലുള്ളവരാണ്. ഓക്കെ, അപ്പോൾ യു കെയിലുള്ളവരാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും ഇവിടെ വേണം. ഇവിടെ ഒരു അടിപൊളിയാണ്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു റെയിൽവേ കയറാനാണ്. ഇവിടെ ഒരു മേജർ റെയിൽവേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ട്രെയിൻ നമുക്ക് ഇത് മൊത്തം ചുറ്റാം. അതൊരു അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരാം. നമുക്ക് കണ്ടോ ഗൈസ്, ഇവിടെ പിന്നെ ഇത്തിരി പട്ടിക്കൂട് മരത്തി കുറേ സാധനങ്ങളുണ്ട്. അവിടെ മുയൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അന്ന് കണ്ടാണ്. നിങ്ങൾ അവിടെ കയറാൻ പറ്റൂല, അതാണ് പ്രശ്നം. അവിടെ കുറേ ഇത് നായകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ സാധനം. അവിടെ കുറേ മരങ്ങളുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, ഇതിങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഓലെടുത്തിട്ട് അവിടെ കണ്ടോ ഗൈസ്, ഇതൊരു വീടാണ്. ഇതൊരു പഴയ വീടാണ്. കണ്ടോ ഗൈസ്, ഇതൊരു പഴയ വീടാണ്. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഒരു കുഞ്ഞി സാധനം, ഒരു ചുവന്ന സാധനം, അതിൻ്റെ മരങ്ങളാണ് കഴിച്ചത്. അവിടെ വേറെ കുറേ പിന്നെ അത് കണ്ടോ ഗൈസ്, അത് ഇവിടെ പണ്ടൊരു രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു. ആ കൊട്ടാരത്തിൻ്റെ മതിലാണത്. കണ്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വരും. അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു പാർക്കാണ് ഇത്. ഭയങ്കര വലിയ പാർക്കാണ്. ഇവിടെ ഞങ്ങൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോഴാണൊന്ന് വീഡിയോ എടുത്താലോ എന്ന് തോന്നിയത്. ഈ വീഡിയോ എടുക്കാൻ കാരണം ഞാൻ കുറേ ഗെയിം ചാനലിലും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇട്ടത്. അപ്പോൾ ഒരു അഡ്വഞ്ചർ ഇടാന്ന് വെച്ചു. അവിടെ കണ്ടോ ഗൈസ്, ഒരു അടിപൊളി പൂവുണ്ട്. കണ്ടോ ഗൈസ്, അടിപൊളി പൂവാണ്. ഇവിടെ പിന്നെ വേറൊരു ഗാർഡൻ ഉണ്ട്. ഹലോ ടു മൈ ചാനൽ. ഇത് നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു പാർക്കായിട്ടാണ്. മീൻസ് ഇതൊരു അബേ പാർക്കാണ്. ലെസ്റ്റർത്തെ അബേ പാർക്കാണ്. ആ അസ്തല്ലേ, എലിഫറുള്ള അസ്ത, അതിലുള്ള ആണ്. പിന്നെ ഇവിടെ എൻ്റെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഇതൊരു പണ്ടത്തെ കൊട്ടാരമുണ്ട് ഗൈസ്. കൊട്ടാരത്തിന് മേൽഭാഗമൊക്കെ പോയിട്ട് ഒരു മെയ്സ് മാതിരിയൊക്കെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. കണ്ടോ ഗൈസ്, ഇത് മീൻസ് ഒരു കൊട്ടാരമാണ്. അവൻ ഇങ്ങോട്ട് വാ ഗൈസ്. അവൻ കണ്ടോ ഗൈസ്, ഇതാണ് ഇതൊരു ശരിക്കും ഒരു മെയ്സാണ്. പിന്നെ ഇത് പകുതി മുറിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോവാം. ഇവിടെ ആ ബോർഡിലാണ്. പിന്നെ ഇത് നമുക്ക് പെട്ടെന്നുണ്ട് ഒരു പാമ്പിൻ്റെ ലുക്കാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എന്നപ്പോൾ ഇതാണ് നമ്മൾ വന്ന സ്ഥലം. കണ്ടോ ഗൈസ്, ഇവിടെ കുറേ ഇത് കണ്ടോ. ഓ ഞാൻ ചാടി. കണ്ടോ ഗൈസ്, കണ്ടോ അടിപൊളിയല്ലേ ഗൈസ്. കണ്ടോ, ഇതാണ് എൻ്റെ അനിയൻ. എൻ്റെ അനിയനാണ് എനിക്ക് ഇത്ര നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അവൻ്റെ ചാനലുണ്ട്, AR ഗെയിം എന്നാണ് എൻ്റെ പേര്. പിന്നെ എൻ്റെ അമ്മാച്ചൻ, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഗീതമ്മയും. അതാ കണ്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു പാമ്പ് വരി. അതാണിത്. ഇത് മീൻസ് ഭയങ്കര. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ നായനെക്കൊണ്ടൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. ഇതാണ് എൻ്റെ അനിയൻ. എപ്പോഴും ഇങ്ങനെ കുസൃതിത്തരായിട്ട് ഇങ്ങനെ നടക്കും. കണ്ടോ ഗൈസ്. അപ്പം അത് അങ്ങനെ കയറാൻ പാടില്ല ശരിക്കും. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഇവിടെയാണിത്. ഇത് കണ്ടോ പണ്ടത്തെ ഒരു കൊട്ടാരമായിരുന്നു. കണ്ടോ, ഇതൊരു അങ്ങനത്തെ ഓരോ സാധനങ്ങളാണ്. കണ്ടോ ഗൈസ്. അതോ ഇതാ എൻ്റെ അനിയൻ എപ്പോഴും ഇങ്ങനെ പറയും. അപ്പം ഇത് അമ്മ എൻ്റെ വിചാരിച്ചത് ഇത് ഒരു രാജാവ് കൊട്ടാരം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇത് പൊട്ടിപ്പോവാ. ഇവിടെ പിന്നെ കുറേ ആൾക്കാർ കണ്ടോ ഗൈസ് വരും. പിന്നെ അവിടെ ഒരു വലിയൊരു പാർക്കുണ്ട്. നേരത്തെ ഞാനൊരു ചെറിയൊരു പാർക്ക് കണ്ടിരുന്നു. അത് വേറെ പാർക്കാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ. ഇപ്പോൾ പിന്നെ അവിടെ കണ്ടോ വലിയ ഗ്രൗണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ പേര് അബേ പാർക്ക്, ആരും മറക്കണ്ട. പിന്നെ ഇവിടെ ഇടയ്ക്ക് ഫൺ ഫെയർ ഒക്കെ ഉണ്ടാവലുണ്ട് വെക്കേഷനൊക്കെ. അതാ ഗൈസ്. കണ്ടോ ഗൈസ്, ഇവിടെ ഇഷ്ടംമാതിരി ആൾക്കാർ വരും ഗൈസ്. അങ്ങനെയാണ് ഗൈസ്. കണ്ടോ ഗൈസ്, കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പാർക്കിലേക്ക് പോവാണ് ഗൈസ് നമ്മളിനി.
പിന്നെ ആ പൂവുള്ള സ്ഥലത്തേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പോകും. അപ്പോൾ ഇതാണ് പാർക്ക്. കണ്ടോ ഗൈസ്, അടിപൊളിയല്ലേ പാർക്ക്? ഇവിടെ ഞാൻ പണ്ട് ഫുട്ബോൾ, എൻ്റെ കയ്യിൽ ഫുട്ബോൾ ഇല്ല, അതിനെക്കൊണ്ടാ. എന്താ അമ്മേ? കണ്ടോ ഗൈസ്, കണ്ടോ ഗൈസ്, കണ്ടോ? ഞാൻ വെയിലുള്ള സ്ഥലത്തേക്ക് പോവാം. അവിടെ നിങ്ങൾക്ക് കണ്ടോ ഗൈസ്, ഇവിടെ ഒരു നായ പോകുന്നത് കണ്ടോ ഗൈസ്? അവിടെ 3 നായകളുണ്ട് ഗൈസ്. പിന്നെ കണ്ടോ ഇവിടെ കുറേ കുട്ടികൾ വരും. അവിടെ കണ്ടോ ഫുട്ബോളൊക്കെ, അതൊക്കെ ഇവിടെ പെർമനൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് വന്ന് കളിക്കാം. അങ്ങനെ ഞാനും എൻ്റെ അനിയനും ഫുട്ബോൾ എടുത്തിരുന്നു. പക്ഷേ ഇന്ന് മറന്നു. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഞാൻ ഫുട്ബോൾ എടുക്കലുണ്ട്, കളിക്കലുമുണ്ട്. പിന്നെ ഞാൻ സൈക്കിൾ എടുത്തിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇന്ന് പറഞ്ഞ് ഇന്ന് എടുക്കണ്ടെന്നാണ്. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ കണ്ടോ ഗൈസ്, അടിപൊളിയല്ലേ ഗൈസ്? എൻ്റെ അനിയനിത് അവിടുന്ന് ഓടിച്ചാടി കളിക്കുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വലിയ പ്ലേ ഗ്രൗണ്ട്. അത് ഞാൻ അൺസൂം ചെയ്ത് കളിച്ചാൽ കണ്ടോ ഗൈസ് എത്ര വലുതാണെന്ന് അറിയാം. ഇവിടെ ഇടയ്ക്ക് റണ്ണിങ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവലുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ. കണ്ടോ ഗൈസ്, വലിയ ആൾക്കാരെ കണ്ടോ. അവിടുന്ന് വേറെ ആൾക്കാർ ഫുട്ബോൾ ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട്, ആ ഫുട്ബോൾ ഇവിടെ പെർമനൻ്റ് അല്ല, അത് ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുവന്ന് ഫുട്ബോൾ കളിക്കും. ഇവിടെ ഇപ്പം ഞായറാഴ്ച ഇവിടേക്ക് വന്നാൽ ഭയങ്കര തിരക്കാണ്. വേറെ എപ്പം വന്നാലും തിരക്കുണ്ടാവില്ല. അപ്പം ഞാൻ പൂവുള്ള സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. കണ്ടോ ഗൈസ്, കണ്ടോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ പൂ. അപ്പുറത്ത് പറയുന്നുണ്ട് ഗൈസ്, കണ്ട. പിന്നെ ആർക്കെങ്കിലും ഇവിടെ വരാനുള്ള ആരെങ്കിലും ലെസ്റ്ററിലാണെങ്കിൽ ഇവിടെ എന്തായാലും പറഞ്ഞു ഗൈസ്. ഇപ്പം തന്നെ വന്നാൽ ഇതെല്ലാം കാണാം. ഇത് കണ്ട ഗൈസ്, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പൂവ് ഗൈസ്. കണ്ട ഗൈസ്, ഒരു വയലറ്റ് നിറത്തിൽ കണ്ട ഗൈസ്. പിന്നെ ഇതൊക്കെ ഏതാണെന്ന് അറിഞ്ഞുകൂടാ. കണ്ട ഗൈസ് കണ്ട, അതാണ് മഞ്ഞപ്പൂവ്. മഞ്ഞ നമ്മളെ സൺഫ്ലവർ ഇല്ലേ, അങ്ങനത്തെ ഏകദേശം അങ്ങനത്തെ പൂവാണ്. ഇത് സൺഫ്ലവർ തന്നെയാണ് ഗൈസ്. കണ്ട ഗൈസ്, നല്ല രസമല്ലേ ഗൈസ്? കണ്ട ഗൈസ്, അന്നപ്പോൾ ഇവിടെയുണ്ട്. അന്നപ്പോൾ ഇതാണ് അതല്ല ഞാൻ പറഞ്ഞ വയലറ്റ് പൂവ്. ഇത് വേറെ വയലറ്റ് പൂവ്. കണ്ട ഗൈസ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ? പിന്നെ ഇതിൻ്റെ ഫാമൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ സ്ട്രോബെറി ഫാം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഞാനിതുവരെയായിട്ടും പോയിട്ടില്ല. ആർക്കും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം എവിടെയാണെന്നൊക്കെ. ലെസ്റ്ററിലാണെങ്കിൽ പിന്നെ ഇതാണ് ഗൈസ്. ഇത് കണ്ടോ, ഈ മതിൽ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ. ഒരു ബുഷ് ഇങ്ങനെ നിറച്ച ഒരു മെയ്സിലൊക്കെ ആണല്ലേ എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടാക്കിയത് ഇവിടെ കണ്ടോ ഗൈസ്, പൊളിയല്ലേ ഗൈസ്? ഇത് സൺഫ്ലവർ ആണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. ഇത് ഇങ്ങനെ മഞ്ഞ ഇതൊക്കെ ആയിട്ട് കണ്ട ഗൈസ്, നല്ല രസമാണ് കാണാൻ. പിന്നെ ഇത് കണ്ട ഗൈസ്, പിന്നെ അവിടെ ഒരു താറാവിൻ്റെ സ്ഥലമാണെന്ന് പറയാനൊക്കെ വന്നേ. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ അവിടുന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നത് കണ്ട ഗൈസ്. ഇവിടെ മൊത്തം അടിപൊളിയാണ് ഗൈസ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും ഇവിടെ പറ്റുകയാണെങ്കിൽ ലെസ്റ്ററിലുള്ള ആൾക്കാരാണെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരണം. പിന്നെ ഇതാ ഗൈസ്, ഇതെൻ്റെ അനിയൻ അവിടെ കിടന്ന് ഇങ്ങനെ ഓരോ പ്രൊഫൈലും കാണിക്കും. ഇതാണ് ഇവിടുത്തെ നെക്ടർ ഗാർഡൻ എന്നതിൻ്റെ പേര്. കണ്ടോ ഗൈസ്, നെക്ടർ ഗാർഡൻ കണ്ടോ. ഇതിൻ്റെ അകത്താണ് പൂവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്. ഇത് കോൺഫ്ലവർ ആണ് മഞ്ഞ, അത് കോൺഫ്ലവർ ആണ്. ഇതില്ലേ, ഇത് കോൺഫ്ലവർ ആണ് അതിൻ്റെ അകത്ത് എഴുതിയത്. ഇത് കോൺഫ്ലവറാണ്, സൺഫ്ലവർ അല്ല. പിന്നുള്ളത് ആ വയലറ്റ് സലാവിയാന്ന് മറ്റുമാണ്. സാൽവിയ കണ്ടോ ഗൈസ്, സാൽവിയ. ഇത് കണ്ടോ ഗൈസ്, ഇതും അങ്ങനത്തെ ഒരു പൂവാണ് ഗൈസ്. കണ്ടോ, അപ്പോൾ ഇതാണ് ഗാർഡൻ. ഇവിടെ പിന്നെ വേറൊരു രാജകൊട്ടാരം മാറ്റൊരു സ്ഥലമുണ്ട്, കാണിച്ചാൽ ഗൈസ്. കണ്ടോ ഗൈസ്, എൻ്റെ അനിയൻ അങ്ങോട്ടൊക്കെ ഓടിപ്പോവുക. കണ്ടോ, ഇത് പണ്ടത്തെ ഒരു രാജാവിൻ്റെ റൂമായിരുന്നു. പിന്നെ 2 സൈഡിൽ കൂടെയും പോവാം. കണ്ടോ ഗൈസ്, ഇത് കണ്ടോ ഗൈസ്, ഇതൊരു കൊട്ടാരമാണ്. കണ്ടോ ഗൈസ്, ഇത് മാത്രം പൊട്ടിയില്ല, മറ്റേതൊക്കെ പൊട്ടിപ്പോയി. കണ്ടോ ഗൈസ്, ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാലോ അവിടെ ഇങ്ങനെ കാണാം ഗൈസ്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാവരും വരണം. എൻ്റെ അഭിപ്രായത്തിൽ പറ്റുന്ന എല്ലാവരും വരണം. കണ്ടോ ഗൈസ്, അവിടെ കണ്ടോ തറവ്, ഞാൻ അങ്ങോട്ട് പോവാം. കണ്ടോ ഗൈസ്, പിന്നെ അത് ആരതാന്ന് അറിഞ്ഞോണ്ടേ, അത് നമുക്ക് അങ്ങോട്ട് പോവാം.
ഇത് കണ്ട ഗേൾസ്, അത് ആരാന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇതെൻ്റെ അമ്മമ്മ, എല്ലാവരും ഇവിടെ അതെല്ലാണ്. ഇതാണ് മതിൽ, പൊട്ടിപ്പൊളിഞ്ഞ മതിലാണിത്. കണ്ട ഗൈസ്, പൊട്ടിപ്പൊളിഞ്ഞ് കണ്ട ഗൈസ് ഗുഹ. അതാ അവിടെ ഞാൻ കാണിച്ചാണ് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പിന്നെ ഉണ്ടല്ലോ ഇതാ അവിടെയാണ്, അവിടെ തീറ്റ ഒക്കെ കൊടുക്കുക പ്രാവുകൾക്കും താറാവുകൾക്കും. കണ്ട ഗൈസ്, മാലിന്യം നിറഞ്ഞിടക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ കുറേ കുപ്പിയുണ്ട് ഗൈസ്. എന്താ നോക്കണേ, നോക്ക് ഗൈസ്. കാണിച്ചറ ഗൈസ്. അതവിടെ കണ്ടോ, അവിടെയാണ് നമ്മൾ അടുത്ത പോകുന്നത്. ഞാൻ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ആവുന്നത്. ഇതാണ് അവിടെ ഒരു സാധനം കണ്ടോ ഗൈസ്, ഒരു വെള്ള സാധനം, സ്റ്റാൻഡില്ലാത്ത വെള്ള സാധനം. ആ വെള്ള സാധനമാണ് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കാറ് വന്നാൽ കണ്ടോ ഇങ്ങനെ തുറന്നു ഒരു വേണ്ടിയിട്ട് എത്തി കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.